ഹലോ, ആരാണ്? ഹലോ, ആ, ഞാൻ പോത്തൻകോട്. ഞാൻ പണ്ട് വിളിച്ചിട്ടുണ്ടല്ലേ? ഹലോ, ഹലോ, കേക്കാവോ? പറഞ്ഞോ. ഇപ്പൊ സൗണ്ട് ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞേ. പോത്തൻകോടുന്നാ. ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. മറ്റേ എന്തോ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ. അതെ അതെ. ഞാന് ഫാൻ ആൻഡ് പാഡിന്റെ കാര്യവും റൂമിനകത്ത് വെക്കുന്ന ഫോഗറിന്റെ കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചതാ. ഫാൻ ആൻഡ് പാഡ് ഇങ്ങനെ എത്ര സമയമൊക്കെ അത് ഓൺ ആക്കി ഇടുന്നേ? നമ്മളിപ്പോ ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഷെഡിനകത്ത് പൂർണ്ണമായിട്ട് ഹ്യൂമിഡിറ്റിയും ഓക്സിജൻ ലെവലും കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കും, അതെല്ലാം കൂടി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അത് നമ്മുടെ ഷെഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് ബാഗ് വെക്കുമ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ ആ ഷെഡ് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അതിനകത്ത് കയറുമ്പോ ഒരു ഫീല് തോന്നും, ഒരു സഫോക്കേഷൻ പോലെ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് കൂടുതൽ നേരം ചിലപ്പോ ഇടേണ്ടി വരും. ചില സമയത്ത് കുറച്ച് ബാഗൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇട്ടാൽ തന്നെ സഫീഷ്യന്റ് ആയിരിക്കും. ഇത് കൂടാതെ നമ്മള് ഫോഗർ വെക്കണോ? ഈ മിസ്റ്റ് വേണ്ട. ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തില് ഈ ഫോഗർ വെക്കുന്നത് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയാണല്ലോ. അതില് ഈ ഫാൻ ആൻഡ് പാഡിലെ പാഡ് സിസ്റ്റം കറക്റ്റ് റിക്വയർഡ് ഹ്യൂമിഡിറ്റി അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ അതിലെ എക്സോസ്റ്റ് ഫാൻ നമുക്ക് അതിനകത്തുള്ള ഓക്സിജൻ എക്സ്ചേഞ്ചും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചും ഒക്കെ നടത്തും. അപ്പൊ അത് ഓരോ ഷെഡിലും നമുക്ക് എത്ര ബാഗ് മാക്സിമം വെക്കാമെന്നുള്ളതനുസരിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫാനും. ഇപ്പൊ എക്സ്ട്രാ അളവിലുള്ള ഫാൻ വെച്ച് കഴിഞ്ഞാലും നല്ല കൂടുതൽ ഒരു സർക്കുലേഷൻ നടക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു ഷെഡിൽ കൂടുതൽ ബാഗ് വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ നല്ല കൂടുതൽ പവർ കൂടുതലുള്ള ഫാൻ വെച്ചാൽ അതിനകത്തുള്ള എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് പാഡിന്റെ വലുപ്പം കൂടുതലാവുന്നതനുസരിച്ച് ഹ്യൂമിഡിറ്റി അതായിരുന്നു ഉച്ചക്ക് വിളിച്ചത്. അപ്പൊ ഫോഗർ പ്രത്യേകം വേണ്ട അല്ലേ? വേണ്ട. ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ആണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ഫോഗറിന്റെ ആവശ്യമില്ല. ഇപ്പൊ സാറിന്റെ ഒക്കെ ആണെങ്കിൽ ഈ ഫാം കാണിക്കുമ്പോഴേ അതിനകത്ത് ഒരു മഞ്ഞിന്റെ പോലത്തെ ഒരു മൂടല് കാണാമല്ലോ. ഞാൻ ഓർത്തിന് ഫോഗർ അതൊന്നും വെച്ചിട്ടില്ല. ഫോഗർ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കുമ്പോഴത്തേക്ക് ഫോഗറും കൂടി അതില് പറ്റത്തില്ല. കാരണം എക്സോസ്റ്റ് ഫാൻ ഈ ഫോഗിങ് അടിച്ചതിന് മൊത്തം വെളിയിലെടുത്ത് കളയല്ലോ. അതെ. അത് നമുക്ക് അതിന്റെ ആദ്യം വെച്ച് നോക്കിയായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഫോഗർ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂണില് ഈർപ്പം കൂടുതൽ വരും. ആദ്യത്തെ വീഡിയോയിലാണ് പിന്നീട് അത് മാറ്റി. അതൊന്ന് നമ്മൾ ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കുമല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇല്ല. അതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് പാഡ് സിസ്റ്റം. എന്റെ ടെറസിന്റെ മേളിലാണ് ചെയ്യുന്നത്. അപ്പൊ ചൂട് എങ്ങനായിരിക്കും എന്നുള്ള അത് നമ്മളിപ്പോ ടെറസിന്റെ മണ്ടയില് 3ാമത്തെ നിലയിൽ വരെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് എറണാകുളം സിറ്റിയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫാൻ ആൻഡ് പാഡ് മതി. അതായത് നമ്മള് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇൻസുലേഷൻ ആയിരിക്കും ഇതില്. ഈ ഒരു ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുമ്പോ ആക്ച്വലി ഈ ഫാൻ ആൻഡ് പാഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു ഷെഡിനകത്ത് എങ്ങനെയാണ് ചൂട് വരുന്നത്? സൂര്യന്റെ ചൂടാണ് അകത്തോട്ട് കയറുന്നത്. അപ്പൊ നമ്മള് സൂര്യന്റെ ചൂടിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂം തണുത്തു തുടങ്ങും. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു എനർജി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ചൂട് ഒരു പ്രാവശ്യം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസുലേറ്റഡ് ആണെങ്കിൽ അതിനകത്തോട്ട് എക്സ്ട്രാ ടെമ്പറേച്ചർ കയറത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മേജർ. ഈ ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻസുലേഷൻ തിക്നെസ് ആണ്. അപ്പൊ നമുക്ക് എത്ര ടെമ്പറേച്ചർ കുറയ്ക്കണോ അതിനനുസരിച്ചുള്ള ഇൻസുലേഷൻ തിക്നെസ് കൂട്ടേണ്ടി വരും. നമുക്കിപ്പോ ഈ ചിപ്പിക്കൂണിന് 31 അത്രയൊക്കെ പോകാൻ പാടില്ല. 29 ഡിഗ്രി വരെ പാടുള്ളൂ. 29 വരെ. അതാണ് മാക്സിമം ടെമ്പറേച്ചർ. ഹ്യൂമിഡിറ്റിക്ക് ലിമിറ്റ് ഉണ്ടോ? ഹ്യൂമിഡിറ്റി 85 to 95 ഇതിനിടയിൽ നിൽക്കും. 85ന് മേലിൽ വേണം അല്ലേ? 85ന് മുകളിലാണ് അഡ്വൈസബിൾ. 90% ഹ്യൂമിഡിറ്റി ആണ് ഏറ്റവും നല്ല ഒരു ക്ലൈമാറ്റ്. പിന്നെ 80 to 90, 80+ ഒക്കെ ഓക്കെ, അഡ്ജസ്റ്റബിൾ.
പക്ഷേ 90യിലാണ് അതിന്റെ ഒരു ഒപ്റ്റിമം വാല്യൂ. അപ്പൊ അന്നേരം ഈ കണ്ടീഷൻസ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യൊന്നും വേണ്ടല്ലോ? വേണ്ട, വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ സിസ്റ്റം എഫിഷ്യന്റ് അല്ലാതെ വരുമ്പോൾ നമ്മളൊരു അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഷെഡിനകത്ത് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം വെച്ച് തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഈർപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യും. അതായത് ഹ്യൂമിഡിറ്റി ജനറേറ്റ് ആവും. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ആവശ്യമില്ല. ഓക്കെ സാർ. അപ്പം സാർ ഒരു കാര്യം കൂടെ, ഈ നമ്മളിപ്പോ പകലൊക്കെ ഫാൻ ആൻഡ് പാഡ് ഓൺ ആക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഇടേണ്ടി വരും? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളിപ്പോ ഒരു ഷെഡിനകത്ത് ഫുള്ള് ഇതുണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ 24 hours നമ്മൾ ചലിപ്പിക്കുന്നതായിരിക്കും. ചില സമയത്ത് നമുക്കത് അതുകൊണ്ട് ഗുണമുള്ളു. അല്ലാതെ നൈറ്റ് ഇടണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഫുൾ ടൈം ഇടാറുണ്ട് നമ്മുടെ ഷെഡില്. കാരണം നമ്മുടെ ഷെഡിൽ ഒത്തിരി ഹൈ ഇന്റൻസിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ബാഗ്. നമ്മൾ 24 hours ഇട്ടിട്ടുണ്ട്. പിന്നെ കറണ്ട് KSEBയുടെ കറണ്ട് പോകുന്ന സമയത്ത് മാത്രമാണ് ഇതാവുന്നത്. കറണ്ട് ബില്ല് എങ്ങനെ? കറണ്ട് ബില്ലൊന്നും നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് നെഗ്ലിജിബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഒരു ദിവസത്തെ ഇതിപ്പോ ഒരു 3000 രൂപ കറണ്ട് ബില്ല് വന്നാൽ പോലും അത് നമ്മുടെ എല്ലാം കൂടെ ഉള്ള കറണ്ട് ബില്ലാണ്. അതായത് പിന്നെ LT5Bയിലാണ് നമുക്ക് മഷ്റൂം കൾച്ചറിന് കറണ്ട് കിട്ടുന്നത്. അതായത് ഒരു യൂണിറ്റിന് 3.3 രൂപയുള്ള LT5B. അത് എങ്ങനെയാ നമ്മള്? അത് നമ്മള് KSEBയിൽ നമ്മളിപ്പോ ഒരു ഷെഡ് കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അഗ്രികൾച്ചർ കറണ്ട് അപ്ലൈ ചെയ്യണം. അഗ്രികൾച്ചർ കറണ്ട് അല്ല, മഷ്റൂം കൾച്ചറിന് വേണ്ടിയുള്ള കറണ്ട്. അത് ഒരു യൂണിറ്റിന് 3.3 രൂപയാണ്. അതിപ്പോ ടെലിസ്കോപ്പിക് അല്ല. അതായത് അതിപ്പോ എത്ര യൂണിറ്റ് യൂസ് ചെയ്താലും ആ 3.3 എന്ന് വെച്ചിട്ട് LT5B. LT5A എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനുള്ള, അതായത് മറ്റേ ബാക്കിയുള്ള കൃഷിക്കൊക്കെ ഉള്ള തോട്ടവിള. ഇത് LT5B എന്ന് പറയുന്നത് മഷ്റൂം, പൗൾട്രി ഫാം, അക്വേറിയം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നതാണ് ഈ വോമി കൾച്ചർ. അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം വരുന്നതാണ് LT5B. അതിൽ വരുന്ന ഇതാണ് നമ്മുടെ ഈ മഷ്റൂം കൾച്ചർ. അതിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് മീറ്റർ വെക്കണ്ടേ? അപ്പൊ വെക്കണം, സെപ്പറേറ്റ് കണക്ഷനും എടുക്കണം, സെപ്പറേറ്റ് മീറ്റർ വെക്കണം, സെപ്പറേറ്റ് ബാക്കി ELCBയും ബോർഡും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് വേണം. നമ്മളപ്പോ ഇലക്ട്രിസിറ്റി ബോർഡിൽ വേറെ എന്തെങ്കിലും കൊടുക്കണോ? ഇപ്പൊ നമുക്ക് അഗ്രികൾച്ചർ കറണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മള് ഇലക്ട്രീഷ്യനെ വിളിക്കണം. എന്നിട്ട് അതിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ELCB വേണം, മറ്റേ ഫ്യൂസസ് വേണം, മെയിൻ സ്വിച്ച് വേണം. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ആ കണക്ഷൻ എല്ലാ റൂമിലോട്ടുള്ള കണക്ഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇലക്ട്രീഷ്യൻ ടെസ്റ്റ് റിപ്പോർട്ടും നമ്മളൊരു അപേക്ഷ മേടിക്കണം പോയിട്ട്, പുതിയ കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷ. അതിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തി. ഇപ്പൊ നമ്മുടെ പേരിലാണ് ബിൽഡിംഗ് എങ്കിൽ, നമ്മളാണ് അതിന്റെ ഓണർ എങ്കിൽ നമ്മുടെ പേരിലാണ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് നിയറസ്റ്റ് പോസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ ഷെഡ്? ഉണ്ട്. അപ്പൊ പിന്നെ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇത് അപേക്ഷ ഫില്ല് ചെയ്തിട്ട് ഇലക്ട്രീഷ്യൻ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ അവസാനം ഒരു സാധനം അറ്റാച്ച് ചെയ്യണം. അത് ഇലക്ട്രീഷ്യൻ, നമ്മളിപ്പോ ഈ കോൺട്രാക്ടർ ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ ഒക്കെ കാണുമല്ലോ, അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്താൽ അവര് നമുക്കിപ്പോ അഗ്രികൾച്ചർ കറണ്ട് LT5B, അഗ്രികൾച്ചർ അല്ല മഷ്റൂം കൾച്ചറിന് വേണ്ടിയുള്ള കറണ്ട് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവര് വന്നിട്ട് നമ്മുടെ ഇതിലെല്ലാം നമ്മൾ ഈ ഫ്യൂസും ELCBയും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം അഗ്രികൾച്ചർ കറണ്ടാണെങ്കിൽ ഒരു കപ്പാസിറ്ററും കൂടി ആഡ് ചെയ്യും. ആ ഒരു സർക്യൂട്ട് ആ ലോഡ് വലിക്കുന്ന. അപ്പൊ അതും കൂടി വന്നതിന് ശേഷമാണ് ഒരു ഇലക്ട്രീഷ്യൻ ടെസ്റ്റ്. അതിന് ഡബിൾ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതെല്ലാം ഡബിൾ എർത്തിങ് എല്ലാം കൊടുത്ത് നമ്മുടെ ഷെഡിലോട്ട് നമുക്ക് അഗ്രികൾച്ചർ കറണ്ട് വരുന്ന രീതിയിൽ അപേക്ഷ ഫില്ല് ചെയ്ത് എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അവര് വന്ന് ഇൻസ്പെക്ഷൻ വന്ന് KSEB ഉദ്യോഗസ്ഥർ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് എല്ലാം നോക്കി അതിനുശേഷം എല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ നമ്മൾ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ അടയ്ക്കുക. അവർ വന്ന് ലൈൻ വരയ്ക്കും, സർവീസ് വരും. അപ്പൊ നമുക്ക് പിന്നെ അടുത്ത തവണ തൊട്ട് നമുക്ക് സെപ്പറേറ്റ് മീറ്റർ കൊണ്ടുവയ്ക്കും. അപ്പൊ എല്ലാം പിന്നെ LT5Bയിലുള്ള ഇതാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ സാധാ ഇപ്പൊ ഹൗസ് കറണ്ട് എന്നാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോ ഒരു ഫാനൊക്കെ വർക്ക് ചെയ്ത് ഇതൊരു ഇൻഡസ്ട്രിയൽ ഫാനൊക്കെ ആയിരിക്കുമല്ലോ, ഹെവി ഡ്യൂട്ടി ഫാനൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള കറണ്ട് നമ്മൾ ഡൊമസ്റ്റിക് എന്ന് കയറുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് യൂണിറ്റ് ടെലിസ്കോപ്പിക് ആണ്. ഓരോ യൂണിറ്റ് കഴിയുന്നതോറും അത് അതിന്റെ ബേസ് ചാർജ് കൂടി വരികയാണ്.
ഇത് നമ്മൾ അഗ്രികൾച്ചർ ആകുമ്പോൾ സെപ്പറേറ്റ് വേറൊരു സെക്ഷനാണ്, ഫിക്സ്ഡ് ഇതാണ് 3.3 ആണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് കിട്ടും. ഓക്കെ സാർ. അപ്പം ഇടയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ വിളിക്ക്. സമയം ഉള്ളപ്പോ തിരിച്ച് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ വാട്സാപ്പില് ഡൗട്ട് ഇട്ടേക്കാം. ഞാൻ ഇങ്ങനെ എന്നെ വിളിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ചിലപ്പോ അക്കോഡ് ചെയ്യും. അപ്പൊ കുഴപ്പമില്ലല്ലോ ഈ സംസാരം? ഓ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ ശരി. ശരി, ഓക്കെ.